ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയ് നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ്. ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1, 2, 3 ആ 3 നമ്പറിലുള്ളതാണ് മിസ്സായിട്ടുള്ളത്. അതെന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അഥവാ വെള്ളം തിളക്കുന്നു എന്നുള്ളത് എന്താണ്? അവിടെ താഴെ തന്നിട്ടുണ്ട് ഓപ്ഷൻസ്: സംവഹനം, ചാലനം, ചൂട് അനുഭവപ്പെടുന്നു. അവിടെ വെള്ളം തിളക്കുന്നു എന്നുള്ളിടത്ത് എന്താ സംഭവിക്കുന്നത്? ചാലനമാണ് അല്ലേ. അപ്പോൾ അവിടെ ചാലനം എന്ന് ഒന്നാമത്തെ ഉത്തരമായിട്ട് എഴുതുക. രണ്ടാമത്തേത് പാത്രം ചൂടാകുന്നു എന്നുള്ളതാണ്. അവിടെ ഏതാണ്? സംവഹനമാണ്. ഓക്കെ, അപ്പോൾ അവിടെ സംവഹനം എന്ന് എഴുതുക. ഇനി വികിരണത്തിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് വികിരണത്തിന് ഉദാഹരണമാണ്. ഇനി ഇതിൽ ബി ചോദ്യം, സുജാലകങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുജാലകങ്ങൾക്ക് 1, 2 ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? അലുമിനിയം, ചെമ്പ്, ഇരുമ്പ്, ഇതൊക്കെ സുജാലകങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1, 2 നിങ്ങൾ എഴുതിയാൽ മതി. മൂന്നാമത്തേത് സി ചോദ്യം, ചാലനത്തിനും സംവഹനത്തിനും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? തന്മാത്രകൾ മാധ്യമമായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളുന്നു എന്ന് എഴുതി കൊടുക്കുക. അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രവർത്തനമാണ്. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്? വായ, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, മലദ്വാരം, അന്നനാളം, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇനി ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഏത് ഭാഗത്ത് വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെറുകുടൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി അതിലെ ബി ചോദ്യം, എന്താണ് പെരിസ്റ്റാൾസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ? അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം. സി, മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ്? അവർക്ക് മാംസം കടിച്ചു കീറാൻ സഹായകമായിട്ടുള്ളത് ഈ തരത്തിലുള്ള കോമ്പല്ലുകളാണ്. ഇനി ഡി, പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ആഹാരം സ്വീകരിക്കൽ. അത് എങ്ങനെയാണ്? ആഹാരം സ്വീകരിക്കൽ, പിന്നുള്ളത് ദഹനമാണ് അല്ലേ. ദഹനം, അത് കഴിഞ്ഞാൽ ആഗിരണം, ആഗിരണം കഴിഞ്ഞാൽ സാംശീകരണം, അത് കഴിഞ്ഞാൽ മലവിസർജനം. ഒന്നുകൂടെ പറയാം: ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗിരണം, സ്വാംശീകരണം, മലവിസർജനം. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പോഷണം നടക്കുന്നത്. അടുത്തത് പ്രവർത്തനം 3 ആണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ എ ചോദ്യം, മനുവിന് പനി ആണെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞത്. മനുവിൻ്റെ ശരീര താപനില അറിയാൻ ഉള്ള ഉപകരണം ഏത്? ഏത് ഉപകരണം വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില നമ്മൾ മനസ്സിലാക്കുന്നത്? ഏതാണ്? തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അവിടെ തെർമോമീറ്റർ എന്ന് ഉത്തരം വരും. ഇനി ബി ചോദ്യം, താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം? ഏതൊക്കെ യൂണിറ്റിലാണ് താപനില അറിയുന്നത്? 1 ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, 2 യൂണിറ്റുകളാണുള്ളത്. 1 ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി സി, മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസ്. ഡി, ലബോറട്ടറിയിലെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏത് ഉപകരണമാണ്? ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ലബോറട്ടറി തെർമോമീറ്റർ. ഇനി അടുത്ത പ്രവർത്തനമാണ് 4ാമത്തെ പ്രവർത്തനം. ശ്വാസകോശത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു മാതൃക നമുക്ക് താഴെ തന്നിട്ടുണ്ട് അല്ലെ, ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങളും ശ്വാസകോശത്തിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. എ ചോദ്യം, ഈ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏതു ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാണ്? നമ്മുടെ ശ്വാസകോശത്തെയാണ് അല്ലേ. ശ്വാസകോശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബി ചോദ്യം, ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനും ആണുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ശാരീരിക പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട്. സി ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതണം നമ്മൾ?
ഉച്ഛ്വാസം, നിശ്വാസം എന്നിങ്ങനെ 2 പട്ടികയായിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു, ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇത്രയുമാണ് തന്നിട്ടുള്ള പ്രസ്താവനകൾ. ഇനി ഇത് നമുക്ക് എങ്ങനെ പട്ടികപ്പെടുത്താം? ഒന്ന് ഉച്ഛ്വാസം എന്ന് എഴുതാം. ഉച്ഛ്വാസത്തിൽ വരുന്നത് ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഈ 3 പോയിന്റാണ് വരുന്നത്. ഇനി നിശ്വാസത്തിൽ വരുന്നത് ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു. ഈ 3 പോയിന്റും നിശ്വാസത്തിൽ വരും. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനമാണ് 5ാമത്തെ പ്രവർത്തനം. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിൻ്റെ ചിത്രം നോക്കൂ. ഇവിടെ താഴെ തന്നിട്ടുള്ളത് പെരിസ്കോപ്പിൻ്റെ ചിത്രമാണ്. പെരിസ്കോപ്പിലെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട് അല്ലേ? എന്താണ്? മുകളിലെ സമതല ദർപ്പണത്തിൽ ശരിയല്ല, അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഇതുണ്ടാക്കിയിട്ടുള്ളത് ശരിയായ രീതിയിലല്ല. ഇനി ബി ചോദ്യം, ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത ചിത്രീകരിക്കാൻ പറയുന്നുണ്ട്. അതാണ് ഈ ഒരു ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഇനി ഇതിലെ സി ചോദ്യം, ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രതത്വം ഏതാണ്? ആവർത്തന പ്രതിപതനമാണ്. ഓക്കെ, ആവർത്തന പ്രതിപതനം. അടുത്ത പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനമാണ്. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം മുൻപിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? ഏത് മൂലമാണ്? ആവർത്തന പ്രതിപതനം മൂലമാണ്. ഓക്കെ, ആവർത്തന പ്രതിപതനം. ഇനി ബി ചോദ്യം, 2 സമതല ദർപ്പണങ്ങൾക്ക് ഇടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ അളവും തമ്മിലുള്ള ബന്ധം എന്ത്? എങ്ങനെയാണ്? ഇവിടെ കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണവും കുറയുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇനി സി പട്ടിക പൂർത്തിയാക്കാനാണ്. 30 ഡിഗ്രിയിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 11 പ്രതിബിംബങ്ങൾ ഉണ്ടായിരിക്കും. 60 ഡിഗ്രിയിലെത്തുമ്പോൾ അത് 5 ആയിട്ട് മാറുന്നു. 90 ഡിഗ്രിയിലെത്തുമ്പോൾ 3 ആയിട്ട് മാറുന്നു. 120 ഡിഗ്രിയിലെത്തുമ്പോൾ 2 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിലെ അളവ് കുറയുകയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി പ്രവർത്തനം 7 രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. 1 രക്തകോശങ്ങൾ, രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇങ്ങനെ 2 കോളമായിട്ടാണ് തന്നിട്ടുള്ളത്. 1 ചുവന്ന രക്തകോശങ്ങൾ എവിടെയാണ്? ഹൃദയത്തിലാണ് അല്ലേ? ഇനി വെളുത്ത രക്തകോശങ്ങളുടെ എന്താണ്? അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് രക്തമാണ്. ഇനി അടുത്തത് 2 എന്തായിരിക്കും? പ്ലേറ്റ്ലെറ്റ് ആണല്ലേ? പ്ലേറ്റ്ലെറ്റ് ആണ്, അത് രക്തക്കുഴലുകളിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ 1 എന്നുള്ളിടത്ത് വെളുത്ത രക്തകോശങ്ങൾ എന്ന് വരും, 2 എന്നുള്ളിടത്ത് പ്ലേറ്റ്ലെറ്റ് വരും, 3 എന്നുള്ളിടത്ത് രക്തം വരും, 4 എന്നുള്ളിടത്ത് രക്തക്കുഴലുകളും വരും. ഇനി ബി ചോദ്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഹീമോഗ്ലോബിനാണ് അല്ലേ? ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇനി സി ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ? സമീകൃതമായ ആഹാരം ശീലമാക്കണം, കൃത്യമായിട്ടുള്ള വ്യായാമം ഉണ്ടായിരിക്കണം, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്. ഇനി 8ാമത്തെ പ്രവർത്തനം, രാജു അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി. അവിടെ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചു. ചോദ്യം, കടൽക്കാറ്റ് ആണോ കരക്കാറ്റ് ആണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? രാവിലെയാണ് കേട്ടോ, രാവിലെ 11 മണിക്കാണ്. ഏതായിരിക്കും? കടൽക്കാറ്റാണല്ലേ? ആ സമയത്ത് കടൽക്കാറ്റാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇനി ബി, പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ? എവിടെയാണ്? കരയിലാണ് ചൂട് കൂടുതൽ. സി ചോദ്യം, കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പ് ഉള്ളത്? എവിടെയാണ്? കരയിലാണ് കൂടുതൽ തണുപ്പുള്ളത്, കാരണം കരക്കാറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്. ഇനി ഡി ചോദ്യം, കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മർദ്ദം കൂടിയ തണുത്ത വായു
കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതിനെയാണ് നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കടൽ കാറ്റ് എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈ ഒരു മോഡൽ ചോദ്യ പേപ്പറിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതേയൊക്കെ മോഡലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്, ഓരോ പാഠഭാഗവും വളരെ ലെങ്തിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.